വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് ശേഷം പ്രണവ് മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രം ഏതാകും എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാം. വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങുന്നതിന് മുമ്പോ ശേഷമോ ഉള്ള പ്രൊമോഷനുകളിൽ പ്രണവ് ഇല്ലായിരുന്നു. നടൻ യാത്രകളിലാണ് എന്നായിരുന്നു അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നത്. പിന്നീട് മാസങ്ങൾക്ക് ശേഷം പ്രണവ് മോഹൻലാൽ നായകനാകുന്ന പുതിയ മലയാള ചിത്രത്തിന്റെ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഭൂതകാലം, പ്രമയുഗം എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ രാഹുൽ സദാശിവന്റെ അടുത്ത ചിത്രത്തിലാണ് പ്രണവ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് എന്നായിരുന്നു പല ട്രാക്കർമാരും റിപ്പോർട്ട് ചെയ്തത്. എക്സിൽ ഇതേക്കുറിച്ചുള്ള പോസ്റ്റുകൾ നിറഞ്ഞെങ്കിലും പ്രണവിന്റെയോ രാഹുൽ സദാശിവന്റെയോ ഭാഗത്തു നിന്നും ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിരുന്നില്ല. എന്നാൽ പിന്നീട് പുതിയ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണെന്നും വൈകാതെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നും രാഹുൽ ചില അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നു. അപ്പോഴും പ്രണവിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചില്ല. എന്നാൽ ഇപ്പോൾ പ്രണവ് മോഹൻലാൽ പുതിയ സിനിമ അഭിനയിക്കാൻ ഒരുങ്ങുകയാണെന്ന് മോഹൻലാൽ തന്നെ വെളിപ്പെടുത്തിയതോടെ ഇത് രാഹുൽ സദാശിവൻ ചിത്രമാകും എന്നാണ് കരുതപ്പെടുന്നത്. അടുത്തിടെ മന്ത്രി സജി ചെറിയാൻ മോഹൻലാലുമായി ഒരു അഭിമുഖം നടത്തിയിരുന്നു. ഈ അഭിമുഖത്തിൽ മകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുന്നതിനിടെയാണ് പ്രണവ് മോഹൻലാൽ പുതിയ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണെന്ന് മോഹൻലാൽ പറഞ്ഞത്. മക്കൾക്ക് സിനിമയേക്കാൾ സാഹിത്യവും സംഗീതവുമാണ് ഇഷ്ടമെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു. മകൾ തായ്ലാൻഡിലാണ്. സ്പോർട്സിനോട് താല്പര്യമുള്ള കുട്ടിയാണ്. മൊയ്തായ് എന്നൊരു മാർഷൽ ആർട്ട് പഠിക്കുകയാണ്. മകൻ ചുരുക്കം സിനിമകളിലെ അഭിനയിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്. അയാൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്നയാളാണ്. മക്കൾക്ക് സിനിമാ അഭിനയത്തെക്കാൾ സംഗീതവും സാഹിത്യവും കവിതയുമെല്ലാമാണ് ഇഷ്ടം. മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. മോഹൻലാലിന്റെ ഈ വാക്കുകൾ സിനിമാ പ്രേമികൾ ആഘോഷമാക്കിയാണിപ്പോൾ. ആദ്യ 21ാം നൂറ്റാണ്ട്, മരക്കാർ, ഹൃദയം, വർഷങ്ങൾക്ക് ശേഷം, ബറോസ് എന്നിവയാണ് പ്രണവിന്റെ മുൻ ചിത്രങ്ങൾ. ഇതിൽ പല ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വലിയ വിജയം സ്വന്തമാക്കിയപ്പോൾ പ്രണവിന്റെ പ്രകടനത്തിന് കൈയിടിയും വിമർശനങ്ങളും ഒരുപോലെ ഉയർന്നിരുന്നു. രാഹുൽ സദാശിവൻ ചിത്രത്തിൽ പ്രണവ് പുതിയ ഭാവത്തിൽ അവതരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ. സൂററൈ പോട്ടർ എന്ന സിനിമയ്ക്ക് ശേഷം സുധാ കൊങ്കര സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പരാശക്തി. ശിവകാർത്തികേയൻ നായകനായെത്തുന്ന സിനിമ ഒരു പീരീഡ് പശ്ചാത്തലത്തിൽ ആക്ഷൻ ഡ്രാമ സ്വഭാവത്തിലാണ് ഒരുങ്ങുന്നത്. ശിവകാർത്തികേയനൊപ്പം രവി മോഹനും അഥർവയും ശ്രീലീലയും സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. സിനിമയുടെ ടൈറ്റിൽ ടീസർ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. സൂര്യയെ നായകനാക്കി ആയിരുന്നു ആദ്യം സിനിമ പ്രഖ്യാപിച്ചിരുന്നത്. ടീസറിന്റെ റിലീസിന് പിന്നാലെ സൂര്യയ്ക്ക് മികച്ചൊരു ചിത്രം നഷ്ടമായി എന്നാണ് ആരാധകർ പറയുന്നത്. വളരെ മികച്ച പ്രതികരണമാണ് ടീസറിന് ലഭിക്കുന്നത്. സിനിമയുടെ മേക്കിംഗിനും കഥാപാത്രങ്ങളുടെ റെട്രോ ലുക്കിനും വലിയ പ്രശംസയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചതും. സൂര്യയ്ക്ക് ചിത്രം മിസ്സായെന്നും വീണ്ടും മറ്റൊരു നല്ല സിനിമയ്ക്കായി സുധാ കൊങ്കരയും നടനും ഒന്നിക്കട്ടെ എന്നും ആരാധകർ കുറിക്കുന്നുണ്ട്. സുധാ കൊങ്കരയുടെ ആയുധ എഴുത്താണ് പരാശക്തി എന്നും കമന്റുകളുണ്ട്. മണിരത്നം സിനിമയായ ആയുധ എഴുത്തിലെ കഥാപാത്രങ്ങളും പരാശക്തിയിലെ കഥാപാത്രങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള ചിത്രങ്ങൾ ഇപ്പോൾ വൈറലാണ്. മണിരത്നത്തിന്റെ സംവിധാന സഹായിയായി പ്രവർത്തിച്ച ആളാണ് സുധാ കൊങ്കര. പരാശക്തി എന്ന സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തമിഴകത്ത് നിന്നും മറ്റൊരു പരാശക്തി കൂടി വരുന്നു എന്നതാണ് കൗതുകമാകുന്നത്. വിജയ് ആന്റണി നായകനാകുന്ന മറ്റൊരു പരാശക്തി കൂടി വരുന്നുണ്ട്. ഈ പരാശക്തി നോക്കുമ്പോൾ സൂര്യയുമായിട്ടാണ് കൂടുതൽ കണക്ട് ചെയ്യുന്നതും. സൂര്യയ്ക്കൊപ്പം ദുൽഖർ സൽമാൻ, വിജയ് വർമ്മ, നസ്രിയ ഫഹദ് എന്നിവരായിരുന്നു സിനിമയിലെ ആദ്യ കാസ്റ്റ്. ചിത്രത്തിൽ ശിവകാർത്തികേയന്റെ അനിയനായാണ് അഥർവ എത്തുന്നതെന്ന് സൂചനയുണ്ട്. രവി മോഹനാണ് വില്ലനായി എത്തുന്നത്. ടീസറിലെ രവി മോഹന്റെ ലുക്ക് ചർച്ചയാകുന്നുണ്ട്. തെലുങ്കിലെ പുത്തൻ സെൻസേഷൻ ശ്രീലീലയാണ് ചിത്രത്തിലെ നായിക. ഡോൺ പിക്ചേഴ്സിന്റെ ബാനറിൽ സിനിമ ഒരുങ്ങുന്നത്. ജി.വി. പ്രകാശ് കുമാറാണ് സിനിമയുടെ സംഗീത സംവിധാനം. അമരന് ശേഷം ജി.വി. പ്രകാശ് കുമാർ, ശിവകാർത്തികേയനും ഒന്നിക്കുന്ന സിനിമയാണിത്. 150 കോടി മുതൽ മുടക്കിലായിരിക്കും സിനിമ ഒരുങ്ങുക എന്നാണ് ഇന്ത്യ ഗേറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നതും. ശിവകാർത്തികേയന്റെ കരിയറിലെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയായിരിക്കും ഇതെന്നും റിപ്പോർട്ടുണ്ട്.